പെൻഷൻ പ്രായം എത്തിയ ശേഷം അതാത് തസ്തികകളിൽ നിന്ന് വിരമിച്ച മുൻ സർക്കാർ ജീവനക്കാരാണ് ഹർജിക്കാർ. അവർ വിരമിച്ചതിന്റെ പിറ്റേന്ന് അവരുടെ വാർഷിക ശമ്പളത്തിൽ വർധനവ് ലഭിക്കേണ്ടതായിരുന്നു. റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കണക്കാക്കുമ്പോൾ അവരുടെ വാർഷിക ശമ്പള വർധനവ് കണക്കാക്കാൻ അപേക്ഷകർ സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് വിസമ്മതിച്ചു. അതിനാൽ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഹർജിക്കാർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ട്രിബ്യൂണൽ അവരുടെ അപേക്ഷകൾ നിരസിച്ചു. ഈ ഉത്തരവിനെതിരെയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ശമ്പള വർധനവ് ലഭിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് സർക്കാർ ജീവനക്കാരൻ വിരമിച്ചാൽ വാർഷിക വർധനവ് നിഷേധിക്കാനാകുമോ എന്നതായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ചോദ്യം. കേന്ദ്ര സിവിൽ സർവീസ് പുതുക്കിയ ശമ്പളം ചട്ടങ്ങളുടെ റൂൾ 10 വ്യാഖ്യാനിച്ചതിനു ശേഷം നിശ്ചിത തീയതിക്ക് തൊട്ടുമുൻപുള്ള വിരമിക്കൽ കാരണം പെൻഷൻ കണക്കുകൂട്ടലുകൾക്കുള്ള ശമ്പള വർധനവ് നിരസിക്കുന്നത് ഏകപക്ഷീയവും യുക്തിരഹിതവുമാണെന്ന് കോടതി കണ്ടെത്തി. ശമ്പള വർധനവ് ലഭിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് വിരമിച്ചാലും ഒരു നിശ്ചിത കാലയളവിലേക്ക് നല്ല പെരുമാറ്റത്തോടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ജീവനക്കാർക്ക് വാർഷിക ശമ്പള വർധനവിന് അർഹതയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. അതിനാൽ ഹർജിക്കാർക്ക് വാർഷിക വർധനവുകൾ നൽകാനും അവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ അതനുസരിച്ച് പരിഷ്കരിക്കാനും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്ത് കൂടുതൽ നിയമസംബന്ധമായ കാഴ്ചപ്പാടുകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക.